അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ സ്പെഷ്യൽ 4. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. നോമ്പിൻ്റെ ഫർളുകൾ ഇസ്നാനി രണ്ടെണ്ണമാകുന്നു. അൽ-അവ്വലു ഒന്നാമത്തേത് അന്നിയ്യത്തു ലികുല്ലി യൗമിൻ, എല്ലാ ദിവസത്തിനും നിയ്യത്ത് ചെയ്യൽ. എല്ലാ ദിവസത്തിനും പ്രത്യേകം തന്നെ നിയ്യത്ത് ചെയ്യണം. അല്ലാതെ റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിൽ റമളാൻ മുഴുവനും നോമ്പെടുക്കാൻ ഞാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്താൽ ഒന്നാമത്തെ ദിവസത്തിന് മാത്രമേ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ അവിടെ മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ലാക്കിൻ യംബഗി, എങ്കിലും അത്യാവശ്യമാണ്, അൻ യൻവിയ, നിയ്യത്ത് ചെയ്യൽ അത്യാവശ്യമാണ്, അവ്വല ലൈലത്തി റമളാൻ, റമളാൻ മാസത്തിലെ ആദ്യത്തെ രാത്രിയിൽ നിയ്യത്ത് ചെയ്യൽ അത്യാവശ്യമാണ്. എന്ത് നിയ്യത്ത് ചെയ്യൽ? സൗമ ജമീഅഹി, റമളാൻ മുഴുവനും നോൽമ്പ് നോൽക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ അത്യാവശ്യമാണ്. ലിയഹ്സുല ലഹു സൗമുൽ യൗമില്ലദീ നസിയ ഫീഹി നിയ്യ. എന്തിനാണ് അങ്ങനെ നിയ്യത്ത് ചെയ്യൽ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞത്? ഏതെങ്കിലും ഒരു ദിവസം നിയ്യത്ത് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ആ ദിവസത്തെ നോമ്പ് അദ്ദേഹത്തിന് ലഭ്യമാകാൻ വേണ്ടിയാണ്. എന്താ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ. കാരണം മാലിക്കി മദ്ഹബ് അനുസരിച്ച് റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി തന്നെ എല്ലാ ദിവസത്തിനുമുള്ള നിയ്യത്ത് ചെയ്താൽ മതിയാവുന്നതാണ്, സെപ്പറേറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ശാഫിഈ മദ്ഹബുകാരനായ ഒരാൾ അങ്ങനെ ഒന്നാമത്തെ രാത്രി നിയ്യത്ത് ചെയ്താൽ ഏതെങ്കിലും ഒരു ദിവസം അദ്ദേഹം നിയ്യത്ത് മറന്നു പോവുകയാണെങ്കിൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് ഞാൻ നോമ്പെടുക്കുന്നു എന്ന് കരുതിക്കൊണ്ട് മാലിക്കി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ആ നോമ്പ് വീണ്ടെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നാമത്തെ രാത്രി തന്നെ എല്ലാ ദിവസത്തിനും വേണ്ടി റമളാൻ മുഴുവനും ഞാൻ നോമ്പെടുക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യൽ അത്യാവശ്യമാണ് എന്ന് മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, മാലിക്കി മദ്ഹബ് തഖ്ലീദ് ചെയ്യണം. അപ്പോൾ മാലിക്കി മദ്ഹബ് അനുസരിച്ചുള്ള നോമ്പായിരിക്കണം അവൻ്റെ നോമ്പ്. അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മാലിക്കി മദ്ഹബ് അനുസരിച്ച് മദി പുറപ്പെട്ടാൽ നോമ്പ് നഷ്ടപ്പെടുന്നതാണ്. മദി എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വികാരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പുറപ്പെടുന്ന, വികാരത്തിൻ്റെ തുടക്കത്തിൽ പുറപ്പെടുന്ന കൊഴുത്ത ഒരു ദ്രാവകം, അതിനാണല്ലോ മദി എന്ന് പറയുന്നത്. ആ മദി പുറപ്പെട്ടാൽ ശാഫിഈ മദ്ഹബ് അനുസരിച്ച് നോമ്പിന് കേടൊന്നും വരൂല. അതേ സമയത്ത് മാലിക്കി മദ്ഹബ് അനുസരിച്ച് നോമ്പ് അതുകൊണ്ട് നഷ്ടപ്പെടുന്നതാണ്. ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ഫർള് എല്ലാ ദിവസത്തിനും സെപ്പറേറ്റ് നിയ്യത്ത് ചെയ്യലാണ്. രണ്ടാമത്തെ ഫർള് അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. വശുരിത ഫീ നിയ്യത്തിൽ ഫർളി, ഫർളായ നോമ്പിൻ്റെ നിയ്യത്തിൽ നിബന്ധനയാക്കപ്പെടും. ഫർളായ നോമ്പ് എന്ന് പറഞ്ഞാൽ റമളാൻ നോമ്പ് മാത്രമല്ല ഫർള്,
നേർച്ചയാക്കിയ നോമ്പ്, ഒരാൾ ഒരു നോമ്പ് നേർച്ചയാക്കി, ആ നോമ്പും ഫർളാണ്. ഇതേപോലെ തന്നെ കഫാറത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ടൊരു നോമ്പുണ്ട്. ഇനി ശേഷം നമ്മൾ പറയാൻ പോകും, ഒരാൾ നോമ്പ് സംയോഗം കൊണ്ട് നഷ്ടപ്പെടുത്തിയാൽ അവിടെ കഫാറത്ത് കൊടുക്കണം. ആ കഫാറത്ത് പറയുന്നിടത്ത് നമ്മൾ പറയും, ഒന്നാമതായി അയാൾക്ക് നിർബന്ധമാകുന്നത് ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കലാണ്. അത് സാധ്യമല്ലെങ്കിൽ അയാൾക്ക് പിന്നെ നിർബന്ധമാകുന്നത് തുടർച്ചയായി 60 ദിവസം നോമ്പെടുക്കലാണ്. അപ്പൊ ആ 60 ദിവസത്തെ നോമ്പ് കഫാറത്ത് നോമ്പ് എന്നാണ് അതിന് പറയുക. അപ്പൊ ഇങ്ങനെ നേർച്ചയാക്കിയതോ അല്ലെങ്കിൽ കഫാറത്ത് നോമ്പോ ആയിട്ടുള്ള നോമ്പുകളും ഫർളാണ്. റമദാൻ മാസം മാത്രമല്ല ഫർള്. ഇങ്ങനെയുള്ള എല്ലാ നോമ്പിൻ്റെയും നീയത്തിൽ നിബന്ധനയാക്കപ്പെടും അത്തബീതു, രാത്രിയാക്കൽ നിർബന്ധമാണ്. രാത്രി തന്നെ നീയത്ത് ചെയ്യണം. വത്തഈനു, അതുപോലെ തന്നെ നിജപ്പെടുത്തലും. നിജപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ റമളാൻ നോമ്പാണ്, അല്ലെങ്കിൽ നേർച്ച ചെയ്ത നോമ്പാണ്, അല്ലെങ്കിൽ കഫാറത്ത് നോമ്പാണ്, ഇങ്ങനെ നിജപ്പെടുത്തുക. അല്ലാതെ ഈ കൊല്ലത്തെ റമളാൻ അങ്ങനെ, ഈ കൊല്ലത്തെ എന്ന് പറയൽ സുന്നത്തേ ഉള്ളൂ, നിർബന്ധമല്ല. ഇനി ഒരാൾക്ക് കുറേ റമളാനുകൾ ഖളാ വീട്ടാനുണ്ട്. അപ്പോൾ ഒരു കുറേ വർഷങ്ങളിലെ റമളാൻ, ആ റമളാനിലെ ദിവസങ്ങൾ കുറേ ഖളാ വീട്ടാനുണ്ടെങ്കിൽ ഇന്ന വർഷത്തെ എന്നൊന്നും നിജപ്പെടുത്തി പറയേണ്ടതില്ല. റമളാനിലെ വ്രതം എന്ന് വെക്കേണ്ടതുള്ളൂ. വസൗമു തതവ്വുഇ, അതേ സമയത്ത് സുന്നത്ത് നോമ്പ് യക്ഫി ഫീഹി നിയ്യത്തു ഖബ്ല സവാൽ, ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 10 മണിക്കൊക്കെ നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് നിയ്യത്ത് ചെയ്യാന്നല്ല ആ പറഞ്ഞു. ബിഷർത്തിൽ ഇംസാക്കി അനിൽ മുഫത്തിറാത്തി മിനൽ ഫജ്രി, ഫജ്ർ മുതൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നവനായിരിക്കണം എന്ന നിബന്ധനയോടുകൂടെ. ഫജ്ർ മുതൽ തന്നെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിന്നവനായിരിക്കണം. അങ്ങനത്തെ ആള് സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താലും മതിയാകുന്നതാണ്. ലാക്കിൻ, പക്ഷേ അൽ ഔല, ഏറ്റവും നല്ലത് അത്തബീതു വത്തഈനു ഫീഹി, ഈ സുന്നത്ത് നോമ്പില് രാത്രി തന്നെ നിയ്യത്ത് ചെയ്യലും അതുപോലെ തന്നെ നിജപ്പെടുത്തി പറയലുമാണ്. തിങ്കളാഴ്ചയുടെ സുന്നത്ത് എന്നാണെങ്കിൽ തിങ്കളാഴ്ചയുടെ സുന്നത്ത്, വ്യാഴാഴ്ച ആണെങ്കിൽ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ്, അങ്ങനെ നിജപ്പെടുത്തി ആശുറായിൻ്റെ ആണെങ്കിൽ ആശുറായിൻ്റെ സുന്നത്ത് നോമ്പ്, അങ്ങനെ നിജപ്പെടുത്തി പറയലും രാത്രി നിയ്യത്ത് ചെയ്യലുമാണ് ഉത്തമം. വഅഖല്ലു നിയ്യത്തി ഫീ റമളാൻ, റമളാനിലെ നിയ്യത്തിൽ ഏറ്റവും ചുരുങ്ങിയ രൂപം നവൈത്തു സൗമ റമളാൻ, അത്രയേ ഉള്ളൂ. റമളാൻ മാസത്തിലെ വ്രതം നോൽക്കാൻ ഞാൻ കരുതി. വഅക്മലുഹ, അതിൽ നിന്ന് പൂർണ്ണമായ രൂപം അയ്യഖൂല ബിഖൽബിഹി വലിസാനിഹി, അവൻ്റെ മനസ്സുകൊണ്ടും നാവുകൊണ്ടും അവൻ പറയലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉസ്താദുമാരിങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ നവൈത്തു നവൈത്തു സൗമഗദിൻ സൗമഗദിൻ അനദായി ഇങ്ങനെ ചൊല്ലുന്നുണ്ടാകും എന്നല്ലാതെ അവൻ്റെ മനസ്സും അവൻ്റെ വാക്കും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ചെയ്യുന്നതാണ് നിർബന്ധം, നാവുകൊണ്ട് പറയൽ സുന്നത്താണ്. അപ്പം മനസ്സിൽ തട്ടിയുള്ള പറയലാകണം, അപ്പോഴാണ് പൂർണ്ണമാകുന്നത്. അപ്പോൾ കൽബുകൊണ്ടും നാവുകൊണ്ടും അവൻ പറയണം. എന്ത്? നവൈത്തു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാൻ ഹാദിഹിസ്സന ലില്ലാഹി തആല, ഇക്കൊല്ലത്തെ അതാ ആയ ഫറളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. സാധാരണ നമ്മൾക്കൊക്കെ അറിയുന്നതാണ്. ഇവിടെ ചില ആളുകൾക്കൊരു സംശയം, നാളെ എന്നാണല്ലോ പറയുന്നത്. അത് ഇവിടെ മാത്രം സംശയിക്കേണ്ടതില്ല. നമ്മൾ രാത്രി
വല്ല കാര്യവും ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചാൽ നമ്മളെന്താ പറയാ? ഇനിയിപ്പോൾ ഏതായാലും നാളെ നേരം വെളുക്കട്ടെ എന്നാ പറയൽ. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്ന നാളെ ഏതാണോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതെന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മഗ്രിബിയോടുകൂടെ നമ്മളെ അറബി കണക്കനുസരിച്ച് മഗ്രിബിയോടുകൂടെ ദിവസത്തിലേക്ക് പ്രവേശിച്ചല്ലോ. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, ഇന്ന് എന്നല്ലേ പറയേണ്ടത്? അപ്പൊ ഇന്ന് എന്നല്ല, നമ്മൾ സാധാരണ പ്രയോഗമാണത്. അതുകൊണ്ട് തന്നെ ഗദ് എന്ന് പറഞ്ഞതിന് നാളെ എന്ന അർത്ഥത്തിൽ വരുന്ന ആ അറബി വാചകത്തിന് പണ്ഡിതന്മാര് അർത്ഥം പറഞ്ഞത് കാണാം. അൽ യൗമുല്ലദി യലിൽ ലൈല, രാത്രിയോട് തുടർന്ന് വരുന്ന പകല് എന്നേ അതിന് ഗദിന് അർത്ഥമുള്ളൂ. ഗദ് എന്ന് പറഞ്ഞാൽ നാളെ എന്ന് പറഞ്ഞാൽ അൽ യൗമുല്ലദി യലിൽ ലൈല, രാത്രിയോട് തുടർന്ന് വരുന്ന പകല്. അപ്പോ അതിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. ഇൻഷാ അള്ളാഹ് നോമ്പിന്റെ ഫർളുകളിൽ നിന്ന് രണ്ടാമത്തേത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.